റസൂലിൻ്റെ മറ്റൊരു നമ്മുടെ മറ്റൊരു ഉമ്മയായ സൗദാ ബീവി കൊടുത്തയച്ചതാണ് സന്തോഷത്തോടെ കുറച്ച് പായസം. റസൂലിലേക്ക് സന്തോഷം ഇരട്ടിക്കുകയാണ് ചെയ്തത്. കാരണം 2 തരം പായസം കിട്ടി. പക്ഷേ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ആയിഷ ബീവി അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്താ റസൂലെ, എന്താ പാത്രത്തിൽ? അപ്പോൾ റസൂലുള്ള പറയുന്നത്, ഇത് സൗദ കൊടുത്തയച്ച പായസമാണ് ആയിഷ. ചെറിയൊരു വിഷമമുണ്ടായി. മാനുഷികമാണ്. സ്ത്രീ സഹജം എന്ന് പറഞ്ഞാൽ പോരാ, മാനുഷികമാണ്. എല്ലാ മനുഷ്യനും ഉണ്ടാകും അത്. സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു നീരസം ഉണ്ടായി. ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു വാങ്ങുന്നതിൻ്റെ ഊക്കിൽ ആ പാത്രം താഴെ വീണ് പൊട്ടിച്ചെതറിപ്പോയി. മണ്ണിൻ്റെ പാത്രമല്ലേ, പൊട്ടിച്ചെതറിപ്പോയി. പായസം ആകെ ചിന്തിപ്പോയി. പായസം ചിന്തിപ്പോയതല്ല വിഷയം. ആ പെൺകുട്ടിയുടെ മുന്നിൽ റസൂൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. റസൂലിൻ്റെ വീടിനെ കുറിച്ച് എന്തെല്ലാം കൺസെപ്റ്റ് ഉണ്ടാവും ആ കുട്ടിക്ക്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാവുമല്ലേ. റസൂൽ എന്ത് ചെയ്തു? 2019 ഏപ്രിൽ മാസം 14-ാം തീയതി വടുതലയിലെ ഈ പറമ്പിലിരുന്നിട്ട് 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് മദീന പള്ളിയുടെ ചെരുവിലെ ഒരു ചെറിയ കുടിലിൽ നടന്ന സംഭവം നമ്മളിങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അതാണ് അടുത്ത നിമിഷം അകത്തേക്ക് പോയി വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ചിന്തിപ്പോയ പായസം കൈകൊണ്ടിങ്ങനെ ഈ പാത്രത്തിലേക്ക് തുടച്ചെടുക്കുന്നതിനിടയിൽ ഹബീബായ റസൂൽ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഉമ്മാക്കൊരു അബദ്ധം പറ്റിയതാണ്. ആയിഷ ബീവിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് സ്നേഹം. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? സ്നേഹത്തിൻ്റെ കാഴ്ചകളാണ്. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞില്ലേ. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. ഒരാൾ ടി വിയുടെ മുന്നിലും, ഒരാൾ അടുക്കളയിലും, ഒരാൾ ഡൈനിങ് ഹാളിലും, ഒരാൾ സിറ്റ് ഔട്ടിലൊന്നുമല്ല. എന്താണോ കയ്യിലുള്ളത് അതെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അതിലാണ് ബർക്കത്ത് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ള ഒരു കാര്യം കൂടി നിർദ്ദേശിക്കുന്നുണ്ട്. വാപ്പയും ഉമ്മയും മക്കളും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാപ്പ ഉമ്മയ്ക്കും ഉമ്മ വാപ്പയ്ക്കും ഭക്ഷണം ഇങ്ങനെ വാരിക്കൊടുക്കണം എന്ന് പറഞ്ഞു. റൂമിൽ പോയിട്ട് ചെയ്താൽ പോരാ, മക്കൾ കണ്ടു നിൽക്കുകയെ ചെയ്യണം. എന്തിനായിരിക്കും ഇത് പറഞ്ഞത്? എന്തിനായിരിക്കും? ഈ മൈക്ക് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് കുട്ടികളോട് പറയാം, മോനെ ഇതാണ് മൈക്ക് എന്ന് പറയാം. ഈ വാച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മോനെ ഇതാണ് വാച്ച് എന്ന് പറയാം അല്ലേ. എന്നാൽ ലോകത്ത് ഏതെങ്കിലും ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് മോനെ ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ സ്നേഹം എന്താണെന്ന് അറിയേണ്ടതും പഠിക്കേണ്ടതും? സ്നേഹിക്കുന്നവരിൽ നിന്നാണ്, സ്നേഹിക്കുന്നവരുടെ കാഴ്ചകളിൽ നിന്നാണ്. നമ്മളൊരു നാട്ടിലേക്ക് എത്തിയിട്ട് അവിടെ നല്ല ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, എരിപൊരി കൊള്ളുന്ന വിശപ്പുള്ള സമയത്ത് നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഭക്ഷണം കഴിക്കും അല്ലേ? കഴിക്കൂല്ലേ? കഴിക്കും. നല്ല സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിലോ? കിട്ടുന്ന സ്നേഹം മനുഷ്യർ ആസ്വദിക്കാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ. സ്നേഹം എന്താണ് എന്ന് നമ്മളെ മക്കൾ അറിയേണ്ടത് നമ്മുടെ വീടിനകത്ത് നിന്നാണ്. അവർ കണ്ട ഏറ്റവും നല്ല പ്രണയകഥ അവർ കണ്ട ഏതെങ്കിലും സിനിമയിലോ നാടകത്തിലോ സീരിയലിലോ നോവലിലോ ഒന്നുമല്ല, ഈ വാപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തിലാണ്. ആ അർത്ഥത്തിലുള്ള മെൻ്റൽ സെക്യൂരിറ്റിയാണ് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും മഹത്തായ കർമ്മം എന്ന് പറയുന്നത്. രക്ഷിതാവ് എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ രക്ഷിതാവ് ആരാണെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക? അള്ളാഹു ആണെന്ന് പറയുക അല്ലേ. നമ്മുടെ കുട്ടിയെ സ്കൂളിൽ ചേർത്തുമ്പോൾ രക്ഷിതാവ് എന്ന് പറഞ്ഞിരുന്ന കോളത്തിൽ നമ്മൾ ആരുടെ പേര് എഴുതുക? അള്ളാഹുവിൻ്റെ പേരല്ല എഴുതുക, നമ്മുടെ പേരാണ് എഴുതുക. രക്ഷിതാവ്, രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത് പടച്ചവൻ നമ്മളോട് ചെയ്യുന്ന ഒന്നാണ്. പടച്ചവൻ നമ്മളോട് നിർവഹിക്കുന്ന കർമ്മമാണ്. ബാധ്യതയായി നമ്മളതിൽ നിന്നൊരംശം എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു നല്ല രക്ഷിതാവ് എങ്ങനെയാകണം എന്നതിൻ്റെ ഏറ്റവും നല്ല പാഠം അള്ളാഹു നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മതി. ഏറ്റവും നല്ല മാതൃക അതാണ്. അതിലേറ്റവും നല്ല പാഠങ്ങളിൽ ഒന്നെന്താണ്? അള്ളാഹു നമ്മളോട് പലപ്പോഴും നോ എന്ന് പറയുന്നു എന്നുള്ളതാണ്. എപ്പോഴും എസ് എന്നല്ല പറയണേ. ടാഗോറിൻ്റെ ഒരു കവിതയുണ്ട്, എൻ്റെ ദൈവമേ 1000 കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിച്ചു, അതിലധികവും എനിക്ക് നൽകാതെ നീ എന്നെ കാത്തു രക്ഷിച്ചു. അങ്ങനെയാണ്. 1000 കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിച്ചു, അതിൽ പലതും നീ എനിക്ക് തന്നില്ല, അങ്ങനെ തരാതെ നീ എന്നെ കാത്തു രക്ഷിച്ചു. മക്കളോട് പലപ്പോഴും നോ എന്ന് പറയുന്ന രക്ഷിതാവാണ്
ഒരു നല്ല രക്ഷിതാവ്. മക്കളുടെ സ്നേഹം മാത്രം കിട്ടുന്ന രക്ഷിതാവല്ല നല്ല രക്ഷിതാവ്. മക്കളുടെ കുറച്ച് വെറുപ്പും ദേഷ്യവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന രക്ഷിതാവാണ് നല്ല രക്ഷിതാവ്. കാരണം പലപ്പോഴും നമുക്ക് നോ എന്ന് പറയേണ്ടി വരും, അല്ലേ? അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ കൗമാരപ്രായത്തിലൊക്കെ എത്തുമ്പോഴാണ് മെല്ലെ മെല്ലെ നമ്മളിൽ നിന്നിങ്ങനെ വിടാൻ തുടങ്ങുക. കൗൺസിലിങ്ങിൻ്റെ ആവശ്യത്തിന് നമ്മുടെ അടുത്ത് വരുന്ന പല ആളുകളും മക്കളായിട്ട് വരുമ്പോൾ ഇങ്ങനെ പറയാം, 10ാം ക്ലാസ് വരെയൊക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ല കുട്ടിയായിരുന്നു, പിന്നെ നമ്മളെ ഇങ്ങനെ വിടാൻ തുടങ്ങിയെന്ന് പറയും. ഈ കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടി അതന്നെ പറയാം, പേരൻസ് എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയും. പിന്നെ ആരാ മനസ്സിലാക്കുന്നത്? എൻ്റെ സുഹൃത്തുക്കൾ എന്നെ മനസ്സിലാക്കുന്നു എന്ന് പറയും. പേരൻസ് മനസ്സിലാക്കുന്നില്ല എന്ന് മൂപ്പർ പറയാനുള്ള കാരണം എന്താണ്? പേരൻസ് പലപ്പോഴും ഇദ്ദേഹത്തോട് നോ എന്ന് പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് കാര്യം. നമ്മുടെ കുട്ടികളുടെ ഈ കൗമാരപ്രായത്തിലൊക്കെ അവരുടെ തലച്ചോറ് പൂർണ്ണ വളർച്ചയെത്തുന്നില്ല. നമ്മുടെ തലച്ചോറിന് ഫ്രണ്ടൽ ലോബ് ഉണ്ടല്ലോ, മുൻവശം. ഈ മുൻവശമാണ് നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. തീരുമാനങ്ങളൊക്കെ എടുക്കും. ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ദോഷം എന്താണ്, ഗുണം എന്താണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് എന്നൊക്കെ തിരിച്ചറിയാൻ ഒരാളെ സഹായിക്കുന്നത് തലച്ചോറിൻ്റെ ഈ ഫ്രണ്ടൽ ലോബാണ്. ആ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്താത്ത കാലമാണ് കൗമാരം. അതുകൊണ്ടാണ് അപ്പം ചിന്തിക്കുന്ന പല കാര്യങ്ങളും അബദ്ധമായിരിക്കും. കുട്ടികളായിരുന്ന കാലത്ത് നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും മഹാ അബദ്ധമായിരുന്നു എന്ന് നമുക്ക് എപ്പം മനസ്സിലാകുന്നുണ്ട്? കൗമാരത്തിൽ ചിന്തിച്ച പല കാര്യങ്ങളും തെറ്റാണ് എന്നപ്പം മനസ്സിലാവും. കുറച്ചുകൂടി പ്രായം കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 25-26 വയസ്സെങ്കിലും ആകുമ്പോഴാണ് തലച്ചോറിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നത്. ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ഉപ്പയും ഉമ്മയും പറയാണ്, നീ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ ഇപ്പം തീരുമാനിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ അന്നൊരാളെ തീരുമാനിച്ചിട്ടുണ്ടാവും. സന്തോഷത്തോടെ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊരു വലിയ അബദ്ധമായിരുന്നു എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? ഒരു 26-27 വയസ്സാകുമ്പോഴാണ് മനസ്സിലാവുക. ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആളല്ല അന്ന് തിരഞ്ഞെടുത്തത് എന്ന്. അതെന്തുകൊണ്ടാണ്? കൗമാരത്തിൽ ഒരാൾക്ക് തീരുമാനിക്കുവാൻ തക്ക വിധത്തിൽ, തീരുമാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന വിധത്തിൽ അയാളുടെ തലച്ചോറ് വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് കൗമാരപ്രായത്തിൽ ആവശ്യങ്ങൾ അധികമായിരിക്കും. അവർ നമ്മളോട് പറയണ ആവശ്യങ്ങൾ അധികമായിരിക്കും. പക്ഷേ ആ ആവശ്യങ്ങളിൽ അധികവും തെറ്റാണ്, ശരിയല്ല, അവർക്ക് നന്മയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവരോട് നമ്മൾ നോ എന്നും പറയും. പക്ഷെ ആ നോ എന്ന് പറയുന്ന രീതി എങ്ങനെയാകണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ചെറിയൊരു കുട്ടി മൂർച്ചയുള്ള കത്തി കയ്യിലെടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ചെറിയ മോന് വന്നിട്ട് നല്ല മൂർച്ചയുള്ള കത്തി കയ്യിൽ പിടിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടുമോ? ദേഷ്യപ്പെടില്ല. നമ്മൾ വളരെ മയത്തിലാണ് അവൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് വാങ്ങുക. ദേഷ്യപ്പെട്ടാൽ അവൻ എന്തെങ്കിലും ചെയ്താൽ അവൻ്റെ കൈ മുറിയും. അതുകൊണ്ട് പിടിച്ചു വാങ്ങുന്ന വിധത്തിൽ പോലുമല്ലാതെ വളരെ തന്ത്രപൂർവമാണ് ആ കയ്യുന്നത് വാങ്ങുക, അല്ലേ? ഈ മൂർച്ചയുള്ള കത്തി നമ്മുടെ കുട്ടിയുടെ കയ്യിൽ ഏതു പ്രായത്തിലും വന്നേക്കാം. അത് ചിലപ്പോൾ കത്തിയാകണമെന്നില്ല, തെറ്റായ ശീലങ്ങളാകാം, തെറ്റായ സൗഹൃദങ്ങളാകാം, തെറ്റായ പ്രവർത്തനങ്ങളാകാം, തെറ്റായ കൂട്ടുകെട്ടുകളാകാം, എന്തും ആവാം. അതിൽ നിന്ന് അവനെ പിടിച്ചു മാറ്റേണ്ടത് എങ്ങനെയാണ്? കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു എന്ന് നമ്മളെക്കുറിച്ച് നമ്മുടെ കുട്ടിക്ക് എന്നും പറയാൻ കഴിയുന്ന വിധത്തിൽ അവൻ്റെ കൂടെ നിൽക്കണം. കാലൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവും, അവൻ്റെ നടപ്പാതയിലുള്ള അവൻ്റെ യാത്ര പലപ്പോഴും തെന്നിപ്പോവും. അപ്പോഴേക്ക് അവനെങ്ങനെ പിടിച്ചു കൊണ്ടുപോവുക? രക്ഷാപൂർവം അവൻ്റെ കൂടെ നിൽക്കുക എന്ന കർത്തൃത്വമാണ് രക്ഷാകർത്തൃത്വം. ആ വിധത്തിൽ ജീവിതം മനോഹരമാകണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കുറിച്ച്